അത് കാണേണ്ടത് നമ്മൾ ആലപ്പുഴയിൽ ബി.ജെ.പിയുടെ ട്രെൻഡ് കണ്ടു. അവർ ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഒരു ഉയർച്ച കണ്ടു. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ഉയർച്ച അത് സ്റ്റേബിൾ ആവുമോ എന്നുള്ളതാണ്. സമയം വൈകിയുള്ള ഉയർച്ചയാണ്. ഇനിയുള്ള ഉയർച്ചകൾക്ക് ചില സ്ഥായി ഭാവങ്ങളുണ്ട്. തന്നെ ഏറ്റവും പുതുതായി പറയാനുള്ളത് കോട്ടയത്ത് തോമസ് ചാഴികാടൻ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ്. ആദ്യമായാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു മുന്നേറ്റം അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുന്നതെന്ന് പറയുന്നത്. LDF-ന് ഒരു ചെറിയൊരു മേൽക്കൈ ലഭിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി അവിടെ വലിയൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു മാറ്റം കോട്ടയത്ത് ഉണ്ടായിരിക്കുന്നു. കോട്ടയത്ത് തോമസ് ചാഴികാടൻ ഇപ്പോൾ അല്പം മേൽക്കൈ നേടിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നു. ആലത്തൂർ പാലക്കാട് ജില്ലകളിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയൊരു മുന്നേറ്റം LDF-ന് ഉണ്ടാകുന്നു. LDF അവിടെ അതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നോക്കൂ, ചാലക്കുടിയിൽ UDF 338 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. മലപ്പുറത്താകട്ടെ 4689 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ 1524 വോട്ടുകൾക്ക് ശശി തരൂർ UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. ആറ്റിങ്ങലിൽ 827 UDF 827 വോട്ടുകൾക്കാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. പൊന്നാനിയിലേക്ക് വന്നാൽ 202 വോട്ടുകൾക്ക് മാത്രമാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. പൊന്നാനിയെ സംബന്ധിച്ച് സ്ഥിരമായി ലീഗിന്റെ കോട്ടക്കൊത്തളമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ ഉള്ള വിവരം പൊന്നാനിയിൽ 202 വോട്ടുകൾക്ക് മാത്രമാണ് സമദാനി മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ UDF സ്ഥാനാർത്ഥി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൊല്ലത്ത് 11,481 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ മുകേഷിനെ മറികടക്കുകയാണ്. 11,481 വോട്ടുകളുടെ ഭൂരിപക്ഷ മീൻസ് ലീഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വടകര 2,479 ആന്റണി, വടകരയിൽ ശൈലജ ടീച്ചർ 2,479 ലീഡ്. തീർച്ചയായിട്ടും ഈ തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം, വിവാദങ്ങൾ നിറഞ്ഞു നിന്ന മത്സരമൊക്കെ നിറഞ്ഞു നിന്ന ഒരു മണ്ഡലമാണ് വടകര. വടകരയിൽ ആ ആവേശവും ചൂരുമെല്ലാം ഈ കൗണ്ടിങ്ങിലും കാണുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഷാഫി പറമ്പിൽ മുന്നിൽ നിൽക്കുന്നു. പിന്നീട് വടകരയിൽ ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. അവിടെ ഒരു 2,479 ശൈലജ ടീച്ചർ തന്നെയാണ്. എന്നാൽ വീണ്ടും മാറുന്നു. ഷാഫി പറമ്പിൽ